ഹലോ ഗൈസ്, അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നാട്ടിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. കൂടുതലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ വിശേഷമാണ് കൂടുതലും ഉള്ളത്. പക്ഷേ അതൊക്കെ എപ്പോഴും പറഞ്ഞിങ്ങനെ വ്യൂവേഴ്സിന് ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്കൊരു വാട്ട് 89 നോക്കാം. രാവിലെ ദോശയും സാമ്പാറും പിന്നെ ഓംലെറ്റും ചായയും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറും നല്ല ഉരുളക്കിഴങ്ങ് മസാല ഇട്ട് വെച്ചൊരു മസാലക്കറിയും പിന്നെ വെണ്ടയ്ക്ക ഒരു ഫ്രൈ പോലെ വെച്ചൊരു മെഴുക്ക് പുരട്ടിയും പിന്നെ ഒരു പൊരിച്ച മീനും ആയിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടി നല്ലോണം കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഉമ്മയുടെ ഫുഡ് കഴിച്ചപ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ഞങ്ങൾക്ക് ലാബ് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ പോയതായിരുന്നു. പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ഞങ്ങളൊരു തട്ടുകടയിൽ സ്റ്റോപ്പാക്കി അവിടെ നിന്നൊരു ചായയും പിന്നെ ഒരു ഉള്ളിവടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്കൊന്ന് ജീവൻ വെച്ച് വരുന്നൊരു ടൈമാട്ടോ. ഇപ്പോഴും മെഡിസിൻസൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്. പല റിപ്പോർട്ട്സായിട്ട് പല ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ നല്ല ചൂട് പുട്ടും പിന്നെ നല്ല ചിക്കൻ കൊണ്ടാട്ടമാണോ അതോ ചിക്കൻ പെരട്ടാണ് കേട്ടോ. ചിക്കൻ പെരട്ടൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അതിൻ്റെയൊക്കെ കൂടെ ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും ഓർഡർ ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ചൂട് ബൂസ്റ്റ്. അങ്ങനെ അത് ഊതി കുടിച്ച് പയ്യെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്